ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര നെല്ലിയാമ്പതി തമ്പുരാൻകാട് വരെയുള്ള ഒരു യാത്രയാണ്. അതിനായി രാവിലെ 7:30 കുനിശ്ശേരിയിൽ നിന്നും KSRTC ബസ്സിൽ കയറി 14-ാം വളവ് വരെയുള്ള ഒരു യാത്രയാണ്. ഇടയ്ക്ക് ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ എങ്കിലും വീഡിയോ എടുക്കാൻ തോന്നിയത് ഇപ്പോഴാണ്. എന്തായാലും യാത്ര ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞു വീഡിയോ. ഇതിൽ എല്ലാ സ്ഥലങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടില്ല കേട്ടോ. പോത്തുണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ യാത്രയിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഇതിൽ പങ്കുവെക്കുന്നത്. നല്ല ചൂടുള്ള കാലാവസ്ഥയായതുകൊണ്ട് പച്ചപ്പ് തീരെ കുറവായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചൂടിൻ്റെ ഒരു കാഠിന്യം കുറച്ചെങ്കിലും മുകളിലുമുണ്ട് എന്ന് അനുഭവിക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചപ്പ് അവിടെ ഇവിടെ ആയിട്ട് കാണാനായിട്ട് കഴിഞ്ഞു. എങ്കിലും ടൗണിലെ ചൂട് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു മുകളിലേക്ക് എത്തും തോറും. ഇവിടെയെല്ലാം മുന്നേ വരുമ്പോൾ ധാരാളം അരുവികൾ കാണാൻ കഴിയുമായിരുന്നു. ഇപ്പം എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം. ജൂൺ മാസം ആകുന്നതോടെ ഇവയ്ക്കെല്ലാം ജീവൻ വെച്ച് തുടങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് റോഡ് സൈഡുകളിൽ ഇരുവശത്തുമായി കുറച്ച് കുരങ്ങുകളെ കാണാനായിട്ട് കഴിഞ്ഞു. പിന്നെ പച്ചപ്പും മരങ്ങളും ചെടികളും കുറവായതുകൊണ്ട് തന്നെ കുന്നിൻ ചരിവുകൾ ധാരാളമായിട്ട് നല്ല കാഴ്ച വിരുന്ന് തന്നെയായിരുന്നു. കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ ബസ്സിലിരുന്ന് കൊണ്ട് തന്നെ പോത്തുണ്ടി ഡാമിലെ കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു. അത് കുറേ നേരം കാണാനും അത് വീഡിയോ എടുക്കാനുമായിട്ട് ശ്രമിച്ചു. നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. മുകളിൽ ബസ്സിലിരുന്നു കൊണ്ട് ഡാമിൽ വെള്ളം നിറഞ്ഞിട്ടുള്ള കാഴ്ചകൾ. വെള്ളം ഈ കാലാവസ്ഥയായതുകൊണ്ട് തന്നെ വളരെ കുറവാണ്, എങ്കിലും നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു ബസ്സിലൂടെ താഴെയുള്ള ഡാം കാണാൻ. അതും കഴിഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ അത്യാവശ്യം തണുപ്പ് തുടങ്ങി, പച്ചപ്പുകൾ അത്യാവശ്യം കണ്ടു തുടങ്ങി. അങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പുള്ള കാറ്റടിച്ചത് കൊണ്ടാവാം ഇത്തിരി ഉറക്കം വന്നു. ഉറങ്ങി എണീക്കുമ്പോഴേക്കും എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തി. എന്നെ വിളിക്കാനായിട്ട് ജീപ്പിൽ കൂട്ടുകാരൻ എത്തി. ഞാൻ എത്തി എന്നുള്ള സിഗ്നല കണ്ണ് ചിമ്പിക്കൊണ്ടാണ് വണ്ടി വന്നത്. വണ്ടിയിലേക്ക് കയറി കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് കണ്ടതിന് ശേഷം ആയതുകൊണ്ട് കൂട്ടുകാരൻ ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് യാത്ര ഒരു ഇടവഴിയിലൂടെ യാത്ര തുടങ്ങി. ഒരു ജീപ്പിന് മാത്രം പോകാവുന്ന ഒരു ഇടവഴിയാണിത്. വണ്ടി റിസോർട്ടിലേക്ക് വണ്ടി പോകാനായിട്ട് കാടിൻ്റെ ഇരുവശത്തും മണ്ണ് വെട്ടിയെടുത്തിട്ട് റോഡ് ഉണ്ടാക്കിയിട്ടാണ്. പലപ്പോഴും ഈ യാത്രയിൽ ആനകളെയും കാട്ടുപോത്തുകളെയും മ്ലാവുകളെയും കാണാറുണ്ട്. പല സമയത്തും കൂട്ടുകാരനും ഇതുവഴി പോകുന്ന ആൾക്കാരും ആന ഇവിടെ വഴിയിൽ നിൽക്കാറുണ്ട്. അതിൻ്റെ വാസസ്ഥലമാണല്ലോ, നമ്മളാണല്ലോ അതിക്രമിച്ച് കടന്നിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും മണിക്കൂറുകളോളം ആന മാറാനായിട്ട് ഇവിടെ ജീപ്പ് കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ യാത്രയായതുകൊണ്ട് നല്ല രസം തന്നെയായിരുന്നു. 2 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ റിസോർട്ട് എത്താനെങ്കിലും വഴി വളരെ ഇങ്ങനെ ഇടുങ്ങിയതായതുകൊണ്ട് വളരെ പതുക്കെ യാത്ര മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം ആന വന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ മുൻവശത്ത് കാണാൻ കഴിയുന്നുണ്ട്. ആനപ്പിണ്ടങ്ങൾ കൂട്ടുകാരൻ കാണിച്ചു തന്നു. ഇന്നലെ ആന ഇവിടെ ഉണ്ടായിരുന്നുവെന്നും കുറേ സമയം അതിന് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. പലപ്പോഴും ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വെള്ളക്കെട്ടുകൾ അരുവികൾ എവിടെയാണോ ഉള്ളത് അവിടെ ആനകൾ വന്ന് താമസിക്കാറുണ്ട്. എൻ്റെ മുഖം ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ കുറച്ചുകൂടി യാത്രയുണ്ട്. ഇതിൻ്റെ യാത്രയ്ക്കിടയ്ക്ക് കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും എല്ലാം തന്നെ നല്ല ഇതുണ്ട്. മുറുകെ പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു വശം കുത്തനെയുള്ള ഇറക്കമാണ് താഴേക്ക്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ഇതിലൂടെ ഓടിച്ച് പരിചയമുള്ള ആൾക്കാർക്കാവുമ്പോൾ കുഴപ്പമില്ല. ഓരോ വളവുകളും തിരിവുകളും കറക്റ്റായിട്ട് അവർക്ക് അറിയാനാണ്. ഇവിടെയെല്ലാം കാണുന്നവിടെയെല്ലാം നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങൾ, വെള്ളം നിറഞ്ഞ് നല്ല അരുവികളായിരുന്നു. ഇപ്പോൾ വേനലായതുകൊണ്ട് അതെല്ലാം കാണാൻ കഴിയുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നല്ല രസമായിരിക്കും. മഴ തുടങ്ങുന്നതോടെ കാടിലേക്ക് വരാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ കുറച്ച് ദൂരം കൂടി നമുക്ക് സഞ്ചരിക്കാനായിട്ട് പതിയെ പോകുന്നത്. പിന്നെ ഇപ്പോൾ കാപ്പി പറിക്കുന്ന സീസൺ ആയതുകൊണ്ട് ഇരുവശത്തും കാപ്പിച്ചെടികൾ ധാരാളമായിട്ടുണ്ട്. പലരും അവിടെ വലിക്കുന്നതായിട്ട് കണ്ടു. റോഡിൻ്റെ ഇരുവശത്തും ചാക്കുകളിലായി നിറച്ചും വെച്ചിട്ടുണ്ട് കാപ്പികൾ. നല്ല പഴുത്ത കാപ്പി പറിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തോട്ടം തൊഴിലാളികളെല്ലാം
അതിന് താഴെ തന്നെ ഉണ്ട്, കാണാൻ കഴിയുന്നില്ല എങ്കിലും ഇരുവശത്തും ചാക്കുകളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കാപ്പികൾ. അപ്പോൾ വളവുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ മെല്ലെ റിസോർട്ടിലേക്ക് എത്താനായി. കുറച്ച് ദൂരമെങ്കിലും പറയില്ല, വണ്ടി പതുക്കെ പോകുന്നുള്ളൂ, നല്ല വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ മെല്ലെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത കാറ്റും നല്ല ഇത്രയും നല്ല ചൂടിൽ നിന്ന് പെട്ടെന്ന് അതിൻ്റെ കാടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ നല്ല രസമായിരുന്നു. നല്ല തണുത്ത് ഇരിക്കാൻ നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ട് ഏകദേശം എത്താനായി, കുറച്ച് ദൂരം കൂടിയുണ്ട്. അപ്പോൾ പതുക്കെയാണ് പോകുന്നത്. പലപ്പോഴും ഇവിടെ മരങ്ങൾ വീണിട്ട് യാത്ര തടസ്സപ്പെടാറുണ്ട്. നമ്മൾ തന്നെ അത് ഇവിടെ റിസോർട്ടിലെ ആൾക്കാർ തന്നെ അത് വെട്ടിമുറിച്ച് റോഡെല്ലാം ശരിയാക്കും. ഇപ്പോൾ യാത്ര വലിയ കുഴപ്പമില്ല. മഴയാകുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു സാഹസമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ഇത് വഴി. എന്നാലും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വഴി യാത്ര ചെയ്യാനും ഇതിലെ കാഴ്ചകൾ കാണാനും അവിടെ വന്ന് റിസോർട്ടിൽ വന്ന് താമസിക്കാനും ഒക്കെ ഒരു പുതിയൊരു അനുഭവം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് കുനിശ്ശേരിക്കാർക്കാണെങ്കിലും, കുനിശ്ശേരി അവിടെ നിന്ന് പാലക്കാട് നിന്നാണ് നമ്മുടെ KSRTC ബസ് പുറപ്പെടുന്നത്. 7:40 നമ്മുടെ കുനിശ്ശേരിയിലെത്തുന്നത്. ഞാൻ എപ്പോഴും ഇവിടേക്ക് വരുമ്പോഴെല്ലാം ആ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് അവിടെ എത്താനും, പിന്നെ ഈ റിസോർട്ടിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ജീപ്പിൽ തന്നെ നമ്മൾ ഇതിലേക്ക് വരണം കേട്ടോ. അവർക്ക് പ്രത്യേകിച്ച് വണ്ടിയൊന്നുമില്ല. അപ്പോൾ അവർ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ നമ്മൾ വന്ന് പിക്ക് ചെയ്ത് റിസോർട്ടിൽ കൊണ്ടുപോകും. താമസിക്കാം, ഭക്ഷണം, കാഴ്ചകൾ അതിൻ്റെ അവിടെ വന്ന് തന്നെ കാണണം. ഇതിൻ്റെ അവസാനം, വീഡിയോയുടെ അവസാനം ഞാൻ റിസോർട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണണം. ഇത് ഏകദേശം ഒരു ഇറക്കവും കൂടി എത്തിയിട്ടുണ്ട്. കല്ല് ഭയങ്കരമായിട്ട് കല്ല് നിറഞ്ഞുകൊണ്ട് മുറുകെ വണ്ടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തെറിച്ച് പോകാം. അപ്പോൾ വീഡിയോ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു രസം, വീഡിയോ എടുക്കുന്നവർ ഇഷ്ടമുള്ളത് കൊണ്ട് സ്ഥലങ്ങളൊക്കെ എടുത്തു. ഇരുവശത്തും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് റോഡിൽ പോകുന്ന വഴികൾ മാത്രം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ് ഏകദേശം നല്ലോണം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം നല്ല പതുക്കെയാണ് കേട്ടോ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരും വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, നാട്ടിൽ പോയ വിശേഷങ്ങളും പിന്നെ ഇന്നലെ ആന വന്ന വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ട് ഉണ്ടെങ്കിലും ഞാനത് സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ വിശേഷങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി മെല്ലെ മൂവായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇരുവശത്തും മണ്ണുകൾ വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ വഴികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ വലിയ മരങ്ങളാണ് സൈഡിൽ നിൽക്കുന്നത്. നല്ല സൈസുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. പലപ്പോഴും ഇത് റോഡിലേക്ക് വീണ് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എങ്കിലും അതെല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത്. വേനലാകുമ്പോൾ കുറച്ചുകൂടി യാത്ര സുഖമായിരിക്കും. മഴ സമയങ്ങളിലാണ് റോഡെല്ലാം കുറച്ച് മോശമായി ഇരിക്കുന്നത്. എന്നാലും ട്രെക്കിംഗ് രീതിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വ്യക്തികളുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിനൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തന്നെ കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവർക്കും ഈ യാത്ര തീർച്ചയായിട്ടും ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു യാത്രകൾ ജീവിതത്തിൽ എപ്പോഴും പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണല്ലോ. നമ്മുടെ ടെൻഷനിൽ നിന്നും നമ്മുടെ ഡിപ്രീസിയേഷനിൽ നിന്നുമെല്ലാം ഒരു ആശ്വാസം പലപ്പോഴും നമുക്ക് നൽകുന്നത് നല്ല നല്ല യാത്രകളാണ്. അപ്പോൾ യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നമുക്ക് നമ്മുടെ മിനി ഊട്ടി എന്ന് പറയുന്ന, കേരളത്തിലെ മിനി ഊട്ടി എന്ന് പറയുന്ന നെല്ലിയാമ്പതിയിലേക്ക് യാത്ര വരാം കേട്ടോ. വലിയ ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മനോഹരമായ കാഴ്ചകളും ഈ ചൂടിൽ നിന്നുമെല്ലാം ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കാലാവസ്ഥയിൽ വന്ന് എൻജോയ് ചെയ്ത്, ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണത്. അപ്പോൾ തീർച്ചയായിട്ടും കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. 2 കിലോമീറ്റർ ഉള്ളൂ എങ്കിലും കണ്ടോ കുറേ സമയമായി വണ്ടി അത്രയും പതുക്കെയാണ് പോകുന്നത്. വണ്ടിയിലെ വൈബ്രേഷൻ കണ്ടാൽ 100 പോകുന്നത് പോലെ തോന്നും, എങ്കിലും വണ്ടി പതുക്കെയാണ് പോകുന്നത്. ഇരുവശത്തും പച്ചപ്പെല്ലാം കുറഞ്ഞതായതുകൊണ്ട് ഇരുവശത്തേക്കും വലിയ വലിയ മലക്കുന്നുകളെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നുകളുടെ കാഴ്ചകൾ കണ്ടു. ഇരുവശത്തെയും വീഡിയോകളൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ വണ്ടി നന്നായിട്ട് ഇളകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ പിടിച്ച് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ്
ഒരു വശത്ത് തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന വശത്തും വണ്ടി പോകുന്ന ഫ്രണ്ടിലേക്കും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇരുവശത്ത് ചെടികളുടെ കാപ്പിച്ചെടികളുടെ ഇടയിലൂടെയാണ് നമ്മുടെ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം വീണ്ടും ഒരു കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയറും കുറവായിട്ടാണ് നമുക്ക് കാണുന്നത്. ഏകദേശം നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വശം എത്തിയിട്ടോ. ഒരു ചെറിയൊരു പാലമുണ്ട്. പാലം കടന്നു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്ന റിസോർട്ടിലേക്ക് ഉള്ള ഗേറ്റിലേക്കാണ്. അപ്പോൾ ഏകദേശം എത്താനായി നമ്മൾ. ഇവിടെയെല്ലാം നല്ല നീർച്ചാലുകൾ ഉള്ളതായിരുന്നു. നല്ല മഴക്കാലത്തെല്ലാം ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഓടാറുണ്ട്, വെള്ളം നിറഞ്ഞിട്ട്. കിളികളുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇരുവശത്തും കിളികളുടെ പല രീതിയിലുള്ള പക്ഷികളെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇടയ്ക്ക് വല്ലപ്പോഴും കരിങ്കൂരങ്ങുകൾ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് പക്ഷേ മനുഷ്യൻ്റെ അടുത്തേക്ക്, സാധാ കുരങ്ങുകളെ പോലെ മനുഷ്യൻ്റെ അടുത്തേക്ക് അങ്ങനെ വരാറില്ല. അത് എപ്പോഴും മാറി നിൽക്കലാണ് പതിവ്. അപ്പോൾ നമുക്ക് കുരങ്ങുകൾ എപ്പോഴും കാണും. ഇതവിടെ ഒരു ചെറിയ വലതുവശത്തായി ചെറിയൊരു ഡാം പോലെയുണ്ട്. അവിടെ ഫിഷൊക്കെ കിട്ടുന്നതാണ്. പലപ്പോഴും ഗസ്റ്റുകൾ വരുമ്പോൾ ഫിഷൊക്കെ അവിടെ നിന്ന് പിടിക്കാറുണ്ട്. വലതുവശത്ത് കാണുന്ന ചെറിയൊരു, അത് കാണുന്നില്ല വീഡിയോയിൽ, വലതുവശത്ത് ചെറിയൊരു ചെക്ക് ഡാം പോലെയുണ്ട്. അവിടെ വന്ന് കുളിക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ കുറേ നേരമായി നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ. ഏകദേശം നമ്മുടെ റിസോർട്ട് ഇവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട്. ആദ്യം ഒരു ഗ്ലാസ് വില്ലയാണ്, ബാൽക്കണി പോലെ ഗ്ലാസ് വില്ലയാണ് ആദ്യം നമ്മൾ റിസോർട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. നേരെ ഒരു പാറക്കെട്ടുണ്ട്. പാറക്കെട്ടിന് മുകളിലൂടെ തന്നെ നമ്മുടെ വണ്ടി കയറി ആ ഗ്ലാസ് വില്ലയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. കുത്തനെയുള്ള ഒരു കയറ്റമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി പതിക്കുകയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മനോഹരമായ തമ്പുരാൻകാട് റിസോർട്ടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള റിസോർട്ടിൻ്റെ കാഴ്ചകൾ നിങ്ങൾ സ്വയമേ കാണുക, ആസ്വദിക്കുക. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. ബാക്കി കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ട് ആസ്വദിക്കുക. ഓക്കെ.